ചെയ്യാൻ എനിക്ക് പണ്ടേ ഇഷ്ടമാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് അതൊരു വല്ലാത്തൊരു ടാസ്ക് തന്നെ കേട്ടോ, എസ്പെഷ്യലി ഡീപ്പ് ക്ലീനിങ്. അതുകൊണ്ട് തന്നെ ഈ വാൾ മൗണ്ടഡ് ചിമ്നി അത് ഞാനിവിടെ വന്നതിന് ശേഷം ഇപ്പം 4ാമത്തെ പ്രാവശ്യമാണ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. കുക്കിംഗ് റേഞ്ച് മിക്കപ്പോഴും തുടച്ചിടുമെങ്കിലും ഈ സംഭവം കണ്ടോ, അതിൻ്റെ നെറ്റൊക്കെ നോക്കി ഓയിൽ സ്റ്റെയിനൊക്കെ വന്ന് ആകെ ഡേർട്ടിയായി. ഇപ്പോൾ കുറേ നാളായതുകൊണ്ട് ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്തേക്കാമെന്ന് കരുതിയാണ് ഇന്നത്തെ കുക്കിംഗ് ഒക്കെ ഞാൻ മാറ്റി വെച്ചു കേട്ടോ. That's our neighbor. Say hi. 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 Say hi. Hi. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നേനയും കണ്ണനും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ആ നെറ്റ് അഴിച്ചു മാറ്റി കുറച്ച് ചൂടുവെള്ളത്തിൽ വിനീഗറും ദെൻ എന്തൊക്കെയായിട്ടെ ബേക്കിംഗ് സോഡ, അതേപോലെ ഡിഷ് വാഷ് അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് അതിൽ സോക്ക് ചെയ്ത് വെച്ചു കേട്ടോ. കാരണം നല്ല മധുരം ഓയിൽ സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 1 ഇയറോളം ആയല്ലോ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 4th ടൈമാണ് ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ഞങ്ങളിവിടെ വന്നിട്ട് തന്നെ ഇപ്പോൾ 4 വർഷത്തിന് മേലെയായി. Say my name is Kannan. Kanna. My turn. My turn, okay, my turn. ഫുള്ളി ആയിട്ട് അത് മുങ്ങിക്കിടക്കുന്ന പോലെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു വെച്ചു കേട്ടോ. എൻ്റെ കുക്കിംഗ് റേഞ്ച് അത്ര പ്രശ്നമില്ല കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ അത് അത്ര പഴക്കമുള്ള സാധനമല്ല. ദെൻ ഈ ഫോയിൽ പേപ്പേഴ്സൊക്കെ ഞാൻ എല്ലാ വീക്കിലും മാറ്റുന്നതുകൊണ്ട് കുക്കിംഗ് റേഞ്ച് അത്ര അഴുക്ക് പിടിക്കാറില്ല. ഡെയിലി നമ്മൾ കുക്കിംഗ് കഴിഞ്ഞാലും ക്ലീൻ ചെയ്താണല്ലോ ഇടുന്നത്. പക്ഷേ അതിൻ്റെ തൊട്ട് മേലെ ഇരിക്കുന്ന ആളെ ഉണ്ടല്ലോ, പുള്ളിനെ ഞാൻ തീരെ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അത് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ഓയിൽ സ്റ്റെയിൻസും അതിൽ വരുന്ന അഴുക്കൊക്കെ താഴെ കുക്കിംഗ് റേഞ്ചിലേക്ക് വീഴുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് അതും കൂടെ ക്ലീൻ ചെയ്യേണ്ടി വരും. ഞാൻ നമ്മുടെ ഗ്യാസിൻ്റെ എന്താ പറയുക സാധനത്തിന് ബർണർ അല്ലേ, ബർണർ ഉണ്ടല്ലോ, അതുമൊക്കെ ഹോട്ട് വാട്ടറില്ലേ അതിൽ കൊണ്ടുപോയിട്ടു. അത് സോക്കായിട്ടിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് സ്ക്രബ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബേക്കിംഗ് സോഡയും വിനീഗറും ഡിഷ് വാഷും കൂടി ഇട്ടിട്ടുള്ള മിക്സ് ഞാൻ നമ്മുടെ നേനനെ ഏൽപ്പിച്ചു. പിന്നെ ഞാൻ ഓർത്തെ ഈ വിനീഗറും ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടേ കയ്യിൽ എന്തെങ്കിലും അലർജി ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ തന്നെ ക്ലീൻ ചെയ്യാൻ തന്നു കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് കയ്യെത്തുകയില്ല. എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പണിയെടുത്ത് ജീവിക്കേണ്ടി വരുമെന്ന്. ഏകദേശം അതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ നെറ്റ് ഇടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ എല്ലാം പേരെന്താണാവോ, എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. അത് ഞാൻ അഴിച്ചെടുത്തു. എന്നിട്ട് സോപ്പിട്ട് എല്ലാം വാഷ് ചെയ്തിട്ടോ. ഇത്രയ്ക്ക് അനുസരണം വേണം കേട്ടാ. അറ്റ് ലാസ്റ്റ് ക്ലീനിങ് ഏകദേശം ഡണ്ണായിട്ടുണ്ട്. എല്ലാം കഴുകി. My mom is looking very demure, very cutesy, very mature, very lovely. So, look at Amma. Look here. Have you? Can I clean it with a wet tissue? ഇപ്പൊക്കെ ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. വലുതാവുമ്പോൾ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്ത് തരുമോ? അത് എല്ലാ കുട്ടികളും അങ്ങനെ ചെറുപ്പത്തിലെ പണിയൊക്കെ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. എല്ലാം നമ്മൾ ചെയ്തു തരുമായിരിക്കും അല്ലേ? അത് ക്ലോസ് ചെയ്. അല്ല അത് ക്ലോസ് ചെയ്. കുക്കിംഗ് റേഞ്ചിൻ്റെ അത് ക്ലോസ് ചെയ്തിട്ട് തുടക്കി. അവിടെ തുടക്കി. അതേ ചേച്ചിനെ ഹെൽപ്പ് ചെയ്യണം ഒരാള്. ഓ മൂന്ന് ആൾക്ക് തുടക്കണം അത്ര, ക്ലീൻ ചെയ്യണം അത്ര. ക്ലീൻ അപ്പ് മതി. ഗുഡ് ബോയ്. ക്ലാപ്സ് ഫോർ കണ്ണൻ. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ, അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആ നെറ്റ്
പിന്നെ ബർണേഴ്സ് അതെല്ലാം ക്ലീൻ ചെയ്യണം. ഇവിടെ ഇനിയിപ്പോൾ ഒന്ന് തുടച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഇത് ആക്ച്വലി ഇങ്ങനെയാണോ ക്ലീൻ ചെയ്യണേ, ഇതിലും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ള വല്ല മെത്തേഡ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ഡീപ്പ് ക്ലീനിങ് ഇതിൽ ചെയ്യാറുള്ളത്. അതും ഞാൻ പറഞ്ഞല്ലോ, ഇത് 4th ടൈമാണ് ഇത് ചെയ്യുന്നത്. ഫോയിൽ പേപ്പർ ഫോയിൽ പേപ്പർ എടുത്തിട്ട് വരുമോ? ഇത് ഊരി എടുക്കാൻ വലിയ ആവശ്യമായിരിക്കും, പക്ഷെ തിരിച്ച് വെക്കുമ്പോഴാണ് പണി കിട്ടുക. പക്ഷെ ഞാൻ തിരിച്ച് വെച്ചു കേട്ടോ, ഇപ്പോഴും വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് എൻ്റെ ചിമ്മിനി. പക്ഷെ ഫോയിൽ പേപ്പർ നോക്കുമ്പോൾ അത്ര അധികം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് ഇടാൻ പറ്റിയില്ല. Now we'll show how the stove looks like. Right, Amma? Yeah, cooking range. So, കുക്കിംഗ് റേഞ്ചിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ ആയിരുന്നു ഫുള്ള് നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ടുണ്ട്. നീ ഇത് ലാസ്റ്റ് ഞാൻ ഗ്യാസൊക്കെ ഒന്ന് കത്തിച്ചു ചിമ്മിണിയൊക്കെ ഒന്ന് ഓൺ ചെയ്ത് നോക്കിട്ടോ. ഇനി അത് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അറിയണ്ടേ. കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും എൻ്റെ ചിമ്മിണി നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്കൊന്നും ഇങ്ങനെ ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ട് വരില്ല. ആക്ച്വലി ഞാൻ വൺസ് ഇൻ എ ഇയറൊക്കെയാണ് ഇതെല്ലാം ചെയ്യാറുള്ളത്. like today's video. See you in the next video. Bye. കാര്യം ഇതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടിയാണെങ്കിലും നമ്മളൊരു ഫുള്ളി എഫേർട്ട് എടുത്തൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതൊരു ഫുൾ വിക്ടറി കിട്ടണ പോലെയാണല്ലേ. അതെന്ത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അതുകൊണ്ട് തന്നെ അത് തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതും വലുതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഫ്രം മലൈക്കാസ്.